ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ പ്രോഗ്രസീവ് ടെൻസ് എന്നും ഇതിന് പേരുണ്ട്. ഇതിന് എക്സാമ്പിൾസ് ആണ് വി വിൽ ബി അറ്റൻഡിങ് ദ മീറ്റിംഗ്, ഷീ വിൽ ബി എൻജോയിങ് ദ ഹോളിഡേയ്സ്, ദേ വിൽ ബി എൻജോയിങ് ദ പാർട്ടി. ഇതിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് verb പ്ലസ് ing. Future continuous tense refers to a verb tense which denotes that something will happen in the future and continue for an expected period of time. Future continuous tense നാം ഉപയോഗിക്കുന്നത് ഭാവിയിൽ ഒരു പ്രവൃത്തി നടക്കും, ആ പ്രവൃത്തി ഒരു നിശ്ചിത സമയം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യം, ഇത്തരം സന്ദർഭം വിശദീകരിക്കുന്നതിന് വേണ്ടി, പറയുന്നതിന് വേണ്ടി, എഴുതുന്നതിന് വേണ്ടിയാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ verb പ്ലസ് ing. ഷീ വിൽ ബി അറ്റൻഡിങ് ദ മീറ്റിംഗ് ടുമോറോ. ഷീ വിൽ ബി റൈറ്റിംഗ് ദ ലെറ്റർ ടുമോറോ. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക, വെർബിന് ശേഷം ing ഉണ്ട്, അതിനു മുമ്പ് വിൽ ബി ചേർത്തിട്ടുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഇത് തന്നെയാണ് നിയമം. വളരെ എളുപ്പമാണ്. തുടർന്ന് കാണുന്ന സെൻറ്റൻസുകൾ കൂടി വായിച്ച് മനസ്സിലാക്കുക. കൂടുതൽ സെൻറ്റൻസുകൾ ഇതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എഴുതി നോക്കുക. താങ്ക് യു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലീസ് ഗോ ത്രൂ ദ സെൻറ്റൻസസ് ആൻഡ് മേക്ക് മോർ സെൻറ്റൻസസ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.